ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോറിലേക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സാമ്പാറിൻ്റെയാണ്. വെജിറ്റബിൾസ് ഒന്നും ചേർത്ത് കൊടുക്കാതെ വെറും ഉള്ളിയും പരിപ്പും മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സാമ്പാർ തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ചോറിലേക്ക് മാത്രമല്ല ഇഡ്ഡലിയിലേക്കും ദോശയിലേക്കൊക്കെ ഈ ഒരു സാമ്പാർ മതിയാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി കുക്കറിലേക്ക് ഒരു 1/4 കപ്പ് പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 5-6 ചെറിയ ഉള്ളിയും കുറച്ച് ഉപ്പും കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഈ ഒരു പരിപ്പ് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുക്കറിന് എത്രത്തോളം വെള്ളം വേണ്ടിയിരുന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉള്ളി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സാമ്പാർ തയ്യാറാക്കിയെടുക്കുന്നത്. പിന്നെ അതിലേക്ക് പച്ചമുളകും കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഉള്ളി ഒരുപാട് വയന്ന് സോഫ്റ്റ് ആവുമെന്ന് വേണ്ട, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 തക്കാളി ഇതുപോലെ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാട്ടോ. നിങ്ങൾ എന്തായാലും ഇതൊരു തവണ തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. ഇനി നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരിപ്പ് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടാണ് കിടക്കണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഈ ഒരു കറിയുടെ പാകത്തിലാക്കി എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിലേക്ക് പുളിക്ക് ആവശ്യമുള്ള പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. കൂടെ ഞാനൊരു ഇച്ചിരി ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശർക്കര പൊടിച്ചതില്ലെങ്കിൽ ചെറിയ പീസ് ശർക്കര ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാർ പൊടി ഒരു ബൗളിലേക്ക് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നേരിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കട്ട കെട്ടും, പെട്ടെന്നൊന്നും ഉടച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ കഴിയും. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് കടുകും ഉലുവയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 10-20 മിനിറ്റ് അതുപോലെ തന്നെ വെച്ചിട്ട് അതിനുശേഷം ഉപയോഗിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഇതുപോലെ ഉള്ളി സാമ്പാർ നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ ഇനി അടുത്ത നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഇതുപോലുള്ള സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പീസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് ഫോളോ ചെയ്യണേ.